ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരി ജില്ലയിലെ അതിമനോഹരമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും മഹാദേവ ക്ഷേത്രവുമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ എത്താൻ തിരുവനന്തപുരത്ത് നിന്നും 55 കിലോമീറ്റർ ദൂരമേയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്നും തൃപ്പരപ്പിന് ബസ്സും ഉണ്ട്. നാഗർകോവിൽ ബസ്സിൽ കയറിയാൽ കുഴിത്തറ എന്ന സ്ഥലത്തോ മാർത്താണ്ഡത്തോ ഇറങ്ങിയാൽ എപ്പോഴും യാത്രാ സൗകര്യം ഉണ്ട്. നമ്മുടെ അടുത്തുള്ള വെള്ളറട വഴി പോയാൽ വെള്ളറട നിന്നും ഒരു 8 കിലോമീറ്റർ ദൂരം. ഞങ്ങൾ ആദ്യം പോയത് മഹാദേവ ക്ഷേത്രത്തിലാണ്. വളരെ മനോഹരമായ വിസ്തൃതിയുള്ള വലിയൊരു ക്ഷേത്രം. ഇതിന് 1200 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് കയറിയാൽ കൽമണ്ഡപങ്ങൾ കാണാം. പുറത്തുനിന്ന് നോക്കിയാൽ കൂറ്റൻ മതിൽക്കെട്ടിനകത്താണ് ഈ അമ്പലം. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായ ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നന്ദി അല്പം മാറിയാണ് കിടക്കുന്നത്. മറ്റു പ്രതിഷ്ഠകൾ ഗണപതി ഭഗവാൻ, ദേവി, കൃഷ്ണ ഭഗവാൻ, മുരുകസ്വാമി. ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നടക്കും എന്നാണ് വിശ്വാസം. മീനമാസത്തിലാണ് 10 ദിവസത്തെ ഉത്സവം. മറ്റു പ്രധാന വിശേഷങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര, പ്രദോഷം, ആയില്യം. ശിവാലയ ഓട്ടത്തിലെ 3ാമത്തെ ക്ഷേത്രമാണ് ഈ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. ഇത് കോതയാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ മുന്നിൽ കോതയാറിലെ വെള്ളം ഒഴുകുന്നത് കാണാം. അത് ക്ഷേത്രകുളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ പാലമുണ്ട്. അത് കടന്നാൽ ഒരു കൽമണ്ഡപവും കാണാം. പോകുന്ന വഴിയിൽ ചെറിയൊരു ഭദ്രകാളി ക്ഷേത്രവും. അതിനടുത്തായി ചെക്ക് ഡാം കാണാം. ചെക്ക് ഡാമിൻ്റെ മുകളിലൂടെ ഉള്ള പാലത്തിൽ കുറച്ച് ദൂരം നടക്കാനായിട്ട് തന്നെ ഉണ്ട്. 2 സൈഡും സുന്ദരമായ കാഴ്ചകൾ കണ്ട് പാലത്തിലൂടെ നടക്കാം. നടന്ന് അതിൻ്റെ എൻഡിലെത്തുമ്പോൾ ബോട്ട് ക്ലബ്ബ് കാണാം. അവിടെ നിന്നാൽ അല്പം താഴേക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. കുറച്ചെല്ലാം ഞങ്ങൾ ഇറങ്ങി നടന്നു കണ്ടു. അതിനുശേഷം ഞങ്ങൾ പോയത് വെള്ളച്ചാട്ടം കാണാനാണ്. പോകുന്ന വഴിയിൽ മനോഹരമായ കച്ചവട കാഴ്ചകൾ കൊണ്ട് വിസ്മയമാണ്. വെള്ളച്ചാട്ടം കണ്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണണം. അതിമനോഹരമാണ് അവിടുത്തെ വെള്ളച്ചാട്ടം.